മത്സരത്തിൽ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നിട്ടും ഈജിപ്തിന് മത്സരം വിജയിക്കാൻ സാധിച്ചില്ല. ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈജിപ്ത് അർജന്റീനയ്ക്കെതിരെ 2 ഗോളുമായി മുന്നിൽ നിന്നിരുന്നു. ഈജിപ്ത് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയെന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം ഞെട്ടിപ്പിച്ചുകൊണ്ട് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ അപ്രതീക്ഷിത തിരിച്ചുവരവ് ഫുട്ബോൾ ലോകം കണ്ടത്. 10 മിനിറ്റിനിടെ 3 ഗോളുകൾ നേടിക്കൊണ്ട് ലോക ചാമ്പ്യന്മാർ ക്വാർട്ടർ ഫൈനലിലേക്ക് ബെർത്തുറപ്പാക്കി. അവിശ്വസനീയമെന്നല്ലാതെ എന്തു പറയാനാണ്. ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു ലോക ചാമ്പ്യന്മാരുടെ അവസ്മരണീയ തിരിച്ചുവരവ്. എന്നാൽ അർജന്റീനയുടെ വമ്പൻ വിജയത്തിനു പിന്നാലെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഈജിപ്ത് പരിശീലകനും പിന്നെ അവരുടെ 2ാം ഗോൾ സ്കോർ ചെയ്ത സീക്കോയും. ഈ ടൂർണമെന്റ് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അർജന്റീനയ്ക്കു വേണ്ടിയാണ് അവർ റഫറിമാർ പണിയെടുക്കുന്നത്. ഇത് അർജന്റീനക്കായി മുൻകൂട്ടി നിശ്ചയിച്ച ടൂർണമെന്റാണ്. ഏത് ടീമിനും വിജയിക്കാൻ സാധിക്കില്ലെന്ന് അവരുടെ പ്ലെയറായ സീക്കോയാണ് പറഞ്ഞത്. എനിക്കൊരു ഭയവുമില്ല, അർജന്റീനയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ടൂർണമെന്റ് ഒരുക്കിയത്. മെസ്സി പുറത്താവാൻ പാടില്ലായിരുന്നു അവർക്ക്, അത് തന്നെ അവർ ചെയ്തു. ഇത് ഈജിപ്തിന്റെ പരിശീലകനാണ് പറഞ്ഞത്. മത്സരത്തിനു ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട ഈജിപ്തിന്റെ ക്യാപ്റ്റനായ മുഹമ്മദ് സലാഹിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ മത്സരത്തിൽ റഫറിയെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ അത് എന്നെ പ്രശ്നത്തിലാക്കും, ഞാൻ കുഴപ്പത്തിലാകും. ഒരു കളിയിൽ, പ്രത്യേകിച്ച് ലോകകപ്പ് പോലുള്ള നിർണായകമായ ഈ ഒരു മത്സരത്തിൽ എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾക്കെതിരെ പോകുന്നത് ഒരിക്കലും കണ്ടു നിൽക്കാൻ സാധിക്കില്ല. ഇത് ഏറെ സങ്കടവും ദുഃഖകരവുമായ കാഴ്ചയാണ്. എനിക്ക് ഇതിൽ നിരാശ തോന്നുന്നു. ഫുട്ബോളിൻ്റെ ഈ ഘട്ടത്തിൽ ഇത് വളരെ മോശമായ കാര്യമാണ്. ഞങ്ങൾ മികച്ച പോരാട്ടം നടത്തിയെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെയായിരുന്നു മത്സരത്തെക്കുറിച്ച് ഈജിപ്തിൻ്റെ ക്യാപ്റ്റനായ മുഹമ്മദ് സലാഹിൻ്റെ വാക്കുകൾ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.